ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരമായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് 1 കപ്പ് വറുത്ത റവ എടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ റവ മുങ്ങാൻ മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെക്കാം. ഈ റവ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ ആവശ്യമുള്ളത് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഉണക്കമുന്തിരിയാണ്. 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ശർക്കര പൊടിയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയിൽ നിന്നും 1 കപ്പ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കാം. നേന്ത്രപ്പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. നേന്ത്രപ്പഴം നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. നേന്ത്രപ്പഴവും തേങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഫില്ലിങ്ങിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാനും ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഈ റവ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം.
ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും 1 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാം മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.